സാക്ഷിഭാവത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉറ്റെന്ന് പറഞ്ഞാൽ ഒരു സാക്ഷിയെപ്പോലെ എന്തെല്ലാം നാനാത്വങ്ങൾ പൊന്തുന്നോ അതെല്ലാം ബോധത്തിന്റെ മുമ്പിലാണ് പ്രകാശിക്കുന്നത്. കഠോപനിഷത്തിലൊക്കെ ആവർത്തിച്ചു പറയുന്നു, ആ ബോധത്തിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഇതിന്റെ യാതൊരു കളങ്കവും ആ സത്യത്തെ ബാധിക്കുന്നില്ല. ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്ന കാര്യത്തിൽ ബോധം ഒരു നാടകരംഗത്തെ വിളക്കിനെ പോലെ സാക്ഷി മാത്രം. നാടകരംഗത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. അവിടെ കടന്നുവരുന്ന വേഷങ്ങളെയൊക്കെ അതാതിന്റെ രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു. കള്ളന്റെ വേഷം വന്നാൽ കള്ളനായിട്ട് പ്രകാശിപ്പിക്കുന്നു, സന്യാസിയുടെ വേഷം വന്നാൽ സന്യാസിയായിട്ട് പ്രകാശിപ്പിക്കുന്നു. വിളക്ക്, പക്ഷെ വിളക്ക് എന്റെ സന്യാസിത്വമോ കള്ളന്റെ രൂപമോ ഒന്നും ഏറ്റെടുക്കുന്നില്ല. അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഒരു ബന്ധം. അവയൊക്കെ അങ്ങ് മാറിയാൽ ശുദ്ധമായ വെളിച്ചം, നാടകരംഗത്തെ ദീപം. അതിന്റെ മുമ്പിൽ ആരെന്ത് ചെയ്താലും വിളക്കിനൊരു കുഴപ്പമില്ല, എന്തിനേയും അത് പ്രകാശിപ്പിക്കും, എന്തിനേയും. ശ്രീരാമകൃഷ്ണദേവൻ പറയും പോലെ വിളക്കിന്റെ മുമ്പിലിരുന്ന് ഒരാൾ ഗീത വായിക്കുന്നു, വേറൊരാൾ കള്ളസാക്ഷി ഒപ്പിടുന്നു, രണ്ടിനും കൂട്ടുനിൽക്കും. പക്ഷെ ആ രണ്ടിന്റെയും ഗുണഫലമോ ദോഷഫലമോ ഒന്നും വിളക്കിന് ആവശ്യമില്ല. അതുപോലെയാണ് ബോധസ്വരൂപനായ ജഗദീശ്വരൻ. മായ ഉണ്ടാക്കി കാണിക്കുന്ന എല്ലാ രൂപത്തെയും പ്രകാശിപ്പിക്കും. പക്ഷെ ഇതിന്റെ ഒന്നും ഗുണദോഷങ്ങളൊന്നും ആ സത്യത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും, ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും സാക്ഷിരൂപത്തിൽ. ഇവയെ ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവയൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക്.